ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്നൊരു മധുരം വേണമെന്നൊക്കെ തോന്നുമ്പോൾ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് തയ്യാറാക്കാനും ഭയങ്കര സിമ്പിളാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വറുത്ത റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിൽ ഈ ഒരു പലഹാരം നന്നായിരിക്കുള്ളൂ. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു മണത്തിനും നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ കറുത്ത എള്ളും വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായി ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് വീണ്ടും ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ അലിഞ്ഞു വരട്ടെ. ഇതിലേക്കിനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2-3 ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ല പ്രത്യേക മണമായിരിക്കും. കാര്യം തന്നെ ഈ ഒരു ഏലക്കയും എള്ളും നെയ്യും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെയാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിളച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും ഒന്നിച്ചിട്ട് കൊടുത്താൽ. ഈ ഒരു ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ട് ഒപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കുറുകിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൂൺ കൊണ്ട് കോരി തിന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ച് വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഇതുപോലെയും ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചല്ലാതെ കയ്യിൽ ബോൾസ് ആക്കിയിട്ട് അങ്ങനെയും എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് സെറ്റാവാനായിട്ട് ഒരു 5-10 മിനിറ്റ് നേരം മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്ക് ഈ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. ഇത് തയ്യാറാക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.